എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായ സെറ്റിലേക്ക് സ്വാഗതം. ഭരണി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന നവംബർ 2025 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽസ് ഉണ്ട്, നോക്കാവുന്നതാണ്. ഇനി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇന്ന് കുറച്ച് അടുത്ത ദിവസങ്ങളിൽ പനിയായിരുന്നു, അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ഇടാതിരുന്നത്. എല്ലാവരും സദയം ക്ഷമിക്കുക. എപ്പോഴും പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല എങ്കിലും നമുക്ക് വീഡിയോസ് ചെയ്യാം. ഭരണി നക്ഷത്രക്കാരുടെ നവംബർ 2025. എംപ്രസ് എനർജിയാണ്. 4 of Cups, Ace of Cups and 10 of Pentacles. Beautiful energy. Page of Cups energy, 7 of Cups. ഈ ഒരു മാസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ അവസരങ്ങൾ, സന്തോഷങ്ങൾ, സമൃദ്ധി, ഐശ്വര്യം, കുടുംബജീവിതം, സൗഹൃദങ്ങൾ, ഇതൊക്കെ നിലനിൽക്കുന്ന ഒരു സമയമാണ്. ഫസ്റ്റ് വന്നിട്ട് എംപ്രസ് എനർജിയാണ്. അപ്പോൾ ഈ ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് സൂചിപ്പിക്കുന്നത് ജീവിതത്തിൽ നിങ്ങൾ ഒത്തിരി നാളായിട്ട് കാത്തിരുന്നൊരു സന്തോഷം നിങ്ങളിലേക്ക് വരികയാണ്. ഒത്തിരി നാളായിട്ട് ആഗ്രഹിച്ചിരുന്ന എന്തോ ഒന്ന് സാധ്യമാകുന്നുണ്ട്. നിങ്ങൾ ഇതൊരു പുതിയൊരു സൃഷ്ടിയാണ്, ഒരു പുതിയൊരു ക്രിയേഷൻ എനർജി. എംപ്രസ് ആൻഡ് എൻഡിങ് എനർജി 7 of Cups ആണ്. ഒരു പക്ഷേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് സൂചിപ്പിക്കുന്നത് കരിയർ റിലേറ്റഡ് ആയിട്ട് കാത്തിരിക്കുന്നവർക്കാണെങ്കിൽ പുതിയൊരു ജോലിയാവാം, വലിയൊരു നല്ല പൊസിഷൻ, മാനേജറിയൽ ഹയർ പൊസിഷനിലേക്ക്, CEO ആ ഒരു എനർജി ലെവലിലാണ്. അപ്പോൾ നിങ്ങൾ ഏത് പൊസിഷനാണോ അതിനനുസരിച്ചിട്ട് ഇപ്പോൾ ഒരു ഹയർ പൊസിഷനിലേക്ക് പോകുന്ന എനർജി. അതേപോലെ തന്നെ പ്രഗ്നൻസി സിറ്റുവേഷൻ ആകാം. ഇനി ആ ഒരു എനർജി ക്രിയേഷനാണ് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ. അപ്പോൾ ഓരോരുത്തരുടെ സാഹചര്യം അനുസരിച്ചിട്ട് അത് വ്യത്യാസപ്പെട്ടിരിക്കും. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇമോഷണലി ഓവർവെൽംഡ് ആയിട്ടുള്ള വളരെയധികം സന്തോഷം തരുന്ന ഒരു എനർജിയും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഹീലിംഗ് ആണ്, വലിയൊരു സന്തോഷം, ആരോഗ്യപരമായിട്ട് സുഖപ്പെടുന്നു, ബ്ലെസ്സിങ്, അതുപോലെ ജീവിതത്തിൽ ആഗ്രഹിച്ച പോലെയുള്ള കാര്യങ്ങൾ, ഫിസിക്കലി ഫിറ്റ് ആവുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട്. അപ്പോൾ ശാരീരികമായിട്ടും അതേപോലെ മാനസികമായിട്ടും ഫിറ്റായിട്ടിരിക്കുന്ന എനർജിയാണ്. ഹീലിംഗ് ആണ്. അപ്പോൾ അത് മാനസിക ആരോഗ്യം ഹീൽ ചെയ്യുന്ന എനർജിയും ശാരീരികമായിട്ട് ഫിറ്റ് ആവുന്ന എനർജിയും. ജീവിതത്തിൽ ഇപ്പോൾ എക്സസൈസ് കാര്യങ്ങൾ, ജീവിതചര്യകളിൽ മാറ്റം കൊണ്ടുവരിക, ലൈഫ് സ്റ്റൈൽ, ജനറലി എല്ലാത്തിലും മാറ്റം കൊണ്ടുവരുന്ന ഒരു എനർജിയാണ് സൂചിപ്പിക്കുന്നത്. വളരെ അങ്ങനത്തെ ഒരു പോസിറ്റിവിറ്റി, അങ്ങനത്തെ ഒരു കണക്ഷൻ നിങ്ങളിലേക്ക് വരികയാണ് വെച്ചാൽ നിങ്ങൾ ആഗ്രഹിച്ച ഒരു രീതിയിൽ. 4 of Cups എനർജി ആൻഡ് Ace of Cups എനർജിയാണ്. അപ്പോൾ ഇത് 4 of Cups എനർജി നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാതെ, അതായത് നിങ്ങൾ കുറച്ച് ഡെസ്പായിട്ടിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ അത്രയും ഹാപ്പി ആയിരിക്കില്ല, അല്ലെങ്കിൽ എക്സൈറ്റഡ്, അല്ലെങ്കിൽ സംതൃപ്തരായിരിക്കില്ല. പക്ഷെ നിങ്ങൾ എന്തൊക്കെയോ ആഗ്രഹിക്കുന്നുണ്ട്. അതിനെ തേടി പോകേണ്ടുന്ന അവസ്ഥയല്ല, മറിച്ചത് നിങ്ങളിലേക്ക് കൊണ്ടുതരികയാണ്. ഈ മറ്റൊരു കൈകളിൽ നിങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ ഈ 4 of Cups എനർജി സൂചിപ്പിക്കുന്നത് നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു കാര്യം നിങ്ങളുടെ കയ്യിലേക്ക് കൊണ്ടുതരുന്ന ഒരു എനർജിയാണ്. നിങ്ങൾ അതിനെ തേടി പോകേണ്ടി വരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറച്ചധികം ഡിസപ്പോയിൻറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിന്ന് നിങ്ങളിപ്പോൾ ഫുൾ ഓഫ് എനർജി, ഫുൾ ഓഫ് അൺസാറ്റിസ്ഫൈഡ് എനർജിയിൽ നിന്ന് ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു എനർജിയിലേക്ക് വരികയാണ്. ഇതുവരെ നിങ്ങൾ എന്ത് കാര്യത്തിനാണോ കംപ്ലയിൻറ്റ് ചെയ്തിരുന്നത്, ബ്ലെയിം ചെയ്തിരുന്നത്, ആ ഒരു കാര്യത്തിൻ്റെ ഉള്ളിലുള്ള ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള അവസരം നിങ്ങൾ കണ്ടെത്തുകയാണ്. നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടാകുന്ന പുതിയൊരു വെളിച്ചം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അത് മാത്രമല്ല, നിങ്ങൾ എന്താണ് ശരിയായിട്ട് ചെയ്യാതിരുന്നത് എന്നുള്ളതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാതെ നിങ്ങൾ ശരിയായിട്ട് ചെയ്തത് എന്താണ് എന്നുള്ളതിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടും, നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലാത്തതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാതെ ഉള്ളത് എന്താണ് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നിങ്ങൾ കൂടുതലായിട്ട് കാര്യങ്ങളിലേക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. കൂടുതൽ ദൈവത്തിനോട് നന്ദി പറയുന്നു, ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കുന്നു. ചുറ്റുപാടുള്ള സാഹചര്യങ്ങൾ നിങ്ങൾ ഇതൊക്കെ എനിക്കുണ്ട് എൻ്റെ ജീവിതത്തിൽ, മറ്റുള്ളവർക്ക് സ്വപ്നമായിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട് എന്നുള്ളൊരു ചിന്ത നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു എനർജിയാണ്. പിന്നെ പല അവസരങ്ങളിൽ നിങ്ങളിലേക്ക് വരുന്ന നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്തടത്തുനിന്നാണ് ആരെങ്കിലുമൊക്കെ പറയുന്നു, നിങ്ങളിലേക്ക് കൊണ്ടുവന്നത് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട്, താല്പര്യമുണ്ടോ എന്ന് ഇങ്ങോട്ടേക്ക് ചോദിക്കുന്ന ഒരു എനർജിയാണ്.
അത് വർക്കായാലും അല്ലാതെ റിലേഷൻഷിപ്പിലും ആവാം. ഏസ് ഓഫ് കപ്സ് എനർജിയാണ്, മാരേജ് സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ വിവാഹം അതൊരു സ്വപ്നമായിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം വിവാഹം സാധ്യമാകുന്നുണ്ട്, പ്രണയം സാധ്യമാകുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച വ്യക്തി നിങ്ങളുടെ ജീവിത പങ്കാളിയാകുന്നു. സന്തോഷം തരുന്ന കാര്യമാണ്. വിവാഹത്തെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ വിവാഹം കഴിക്കാത്തവർക്ക് വിവാഹം സാധ്യമാകുന്നു, പ്രണയം സഫലമാകുന്ന ഒരു കാര്യം. അതേപോലെ വിവാഹം കഴിഞ്ഞിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു പ്രണയ ജീവിതം ആസ്വദിക്കാൻ പറ്റുന്നു. അതിപ്പോൾ നിങ്ങൾ വിവാഹം കഴിഞ്ഞിട്ട് 10 വർഷമായോ 25 വർഷമായോ 35 വർഷമായ വ്യക്തിയാണെങ്കിലും ഈ ഒരു സമയം എന്ന് പറയുന്നത് ഒരു റൊമാൻറ്റിക് മന്ത് എന്നുള്ള രീതിയിൽ പറയാൻ കാരണം നിങ്ങൾ ജീവിതത്തിൻ്റെ നന്മകൾ കണ്ടറിഞ്ഞ് മനസ്സിലാക്കുന്നു. അതേപോലെ നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ സൗന്ദര്യം അല്ലെങ്കിൽ മനസ്സിൻ്റെ സൗന്ദര്യം മനസ്സിലാക്കുന്നു, അവരുടെ നന്മകൾ മനസ്സിലാക്കുന്ന ഒരു എനർജിയാണ്. ഇപ്പോൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതല്ല, പലപ്പോഴും ചിലപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്, അറിയുന്നുണ്ടെങ്കിലും സാഹചര്യങ്ങളെല്ലാം ഒന്നും ഒത്തുവരാത്തത് കൊണ്ട് പല കാര്യങ്ങളും പ്രകടിപ്പിക്കാനോ ഒക്കെയുള്ള ഒരു സാഹചര്യം ഒത്തു വന്നിട്ടുണ്ടാവില്ല. ഇപ്പോൾ അങ്ങനെയല്ല, എല്ലാം ഒന്ന് ഒത്തു വന്നു. പല സാഹചര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ ഒരുമിച്ച് നിന്ന് പല കാര്യങ്ങളും ചെയ്യുന്നു. ഇതൊക്കെ നിങ്ങൾക്ക് തൃപ്തി തരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു എനർജിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങളുടെ ഒത്തിരി നന്മകൾ ചെയ്യാനുള്ള അവസരം നിങ്ങൾക്ക് ലഭിക്കുകയാണ്. അതായത് ചാരിറ്റി, ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടാവും, റെഡ് ക്രോസോ മറ്റെന്തെങ്കിലും തരത്തിൽ പക്ഷിമൃഗാദികൾക്ക് വേണ്ടിയിട്ട്. ഇപ്പോൾ എൻവയൺമെൻറ്റ് സംരക്ഷിക്കുന്ന, ക്ലൈമറ്റ് ചേഞ്ച്, അതുപോലെ അങ്ങനെയുള്ള പല സംഘടനകളുടെയൊക്കെ ഭാഗമാകാനുള്ള സാഹചര്യം, ഒരു സൈലൻ്റായിട്ട് നിന്നുകൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. നന്മകൾ ചെയ്യുന്ന ഒരു സമയമാണ് ഈ ഒരു മാസം. അതേപോലെ ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള സമയമാണ്. ഫാമിലിയായിട്ട് ഒത്തിരി സമയം ചിലവഴിക്കുന്നു. ചില ആളുകൾ യാത്രകൾ പോകുന്നുണ്ട്. യാത്രകൾ വലിയ വലിയ യാത്രകളെക്കാൾ കൂടുതൽ കുടുംബത്തോടൊപ്പം സമയം ചിലവഴിക്കാനുള്ള അവസരം ലഭിക്കുന്ന യാത്രകൾ എന്നുള്ളതാണ് കാണിക്കുന്നത്. ഒത്തിരി നിങ്ങൾക്ക് തൃപ്തി തരുന്ന ഒരു കാര്യമാണ്, നല്ല സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെങ്ങനെയാണോ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് ആ രീതിയിൽ തന്നെ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ലൈഫ് ഏത് തരത്തിലാണോ നിങ്ങളുടെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതിൽ നിങ്ങൾക്കൊരു തൃപ്തി ഇല്ലായ്മ ഉണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലേക്ക് ജീവിതം നിങ്ങൾ മാറ്റിമറിക്കണം. കുടുംബജീവിതത്തിൽ ഇപ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സന്തോഷക്കുറവൊന്നും ഇല്ലെങ്കിലും വിചാരിച്ചത്രയും ആ ഒരു എന്താ പറയുക ഡെപ്ത് ഫീൽ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ തൃപ്തി ഫീൽ ചെയ്യുന്നില്ല. ഇതൊക്കെ ഫീൽ ചെയ്യാൻ തോന്നും. കുട്ടികളുമായിട്ട് സമയം ചിലവഴിക്കുന്നു, വീട്ടിൽ സമയം ചിലവഴിക്കുന്നു, കരിയർ ജോലി സംബന്ധമായിട്ടുള്ള കാര്യത്തിലാണെങ്കിൽ വ്യക്തമായിട്ട് കരിയറിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു, ജോലിയിൽ വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു, അതിൽ മുന്നേറുന്നു. അതോടൊപ്പം തന്നെ കുടുംബജീവിതത്തിലും മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ രണ്ടും ഒരേപോലെ മുന്നോട്ടേക്ക് പോകുന്നതിൻ്റെ ഒരു തൃപ്തി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കാണുന്നുണ്ട്. അപ്പോൾ കുടുംബജീവിതം ആയിക്കൊള്ളട്ടെ, കരിയർ ആയിക്കോട്ടെ, രണ്ടും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നു. എല്ലാത്തിലും സന്തോഷം. പൊതുവെ പറയുകയാണെങ്കിൽ ഈ ഒരു മാസം എന്ന് പറഞ്ഞാൽ സന്തോഷവും തൃപ്തിയും ഒരു പ്രണയാദ്രമായിട്ടുള്ള മാസം എന്ന് പറയാം. റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി റൊമാൻറ്റിക് മൂമെൻറ്റ്സ് ഉണ്ടാകുന്ന ഒരു സമയമാണ്. അതേപോലെ പേജ് ഓഫ് കപ്സ് എനർജി, സമ്മാനങ്ങൾ ലഭിക്കുന്ന സമയം, സമ്മാനങ്ങൾ, ഗുഡ് ന്യൂസും, നിങ്ങൾക്ക് സമ്മാനങ്ങൾ ലഭിക്കുന്നു, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് സമ്മാനങ്ങൾ അങ്ങോട്ടേക്ക് കൊടുക്കുന്നു, അങ്ങനത്തെയൊക്കെ ഒരു എനർജി. അതേപോലെ തന്നെ ഗുഡ് ന്യൂസ് കേൾക്കുന്ന സമയമാണ്. പലതരത്തിൽ ഗുഡ് ന്യൂസ് ആവാം, ജോലിയാവാം, പ്രഗ്നൻസി റിലേറ്റഡ് ആവാം, മറ്റെന്തെങ്കിലും തരത്തിൽ ഗുഡ് ന്യൂസ്, മാരേജ് സിറ്റുവേഷൻ. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ അവസരങ്ങൾ ഒത്തിരി വരുന്നുണ്ട്. അപ്പം ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ജോലിയായിട്ട് പറയുകയാണെങ്കിൽ നല്ല നല്ല അവസരങ്ങൾ വരുന്നുണ്ട്. മൂന്ന് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് ചോയ്സ് ആയിട്ട്, അതായത് ഒത്തിരി അവസരം വരുന്നതിൽ നിങ്ങൾ ചൂസ് ചെയ്തത് 3 എണ്ണത്തിൽ നിന്ന് ഒന്ന് ചൂസ് ചെയ്യേണ്ടി വരുന്ന ഒരു സാധ്യതയാണ്. മൂന്നും ഒന്നിനൊന്ന് മെച്ചമായിട്ടുള്ളൊരു അവസരം. അപ്പോൾ അതിലേത് എന്നുള്ള ചൂസ് ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ എനർജി നിങ്ങളത് ഏത് ചൂസ് ചെയ്താലും നിങ്ങൾക്ക് മനസ്സിന് തൃപ്തി തരുന്നത് എന്താണോ, നിങ്ങളുടെ പാഷൻ എന്താണോ അതിനനുസരിച്ച് ചൂസ് ചെയ്യുക. സാമ്പത്തികമായിട്ടുള്ള നേട്ടത്തിൽ ചൂസ് ചെയ്യാതിരിക്കുക. കാരണം ഇതെല്ലാം സാമ്പത്തികമായിട്ട് വലിയ തരക്കേട്ടില്ലാത്തൊരു എനർജിയാണ്. നിങ്ങളെ സംബന്ധിച്ച് സാമ്പത്തികത്തിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ അറിയാനും മുന്നോട്ടേക്ക് പോകാനും കരിയറിൽ പറ്റുന്ന ഏതാണോ അത് ചൂസ് ചെയ്യാം. വിദ്യാർത്ഥികളെ സംബന്ധിച്ച്
ബുദ്ധിമുട്ടുള്ള സമയമാണ് ഏത് കോഴ്സ് എടുക്കണം എന്നുള്ളത്. അതും ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ചൂസ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്നുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്. നന്ദി, നമസ്കാരം.